ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഈ കൂർത്ത പല്ലും അതുപോലെ തന്നെ നഖങ്ങളുള്ള വാമ്പേഴ്സിനെ കണ്ടിട്ടില്ലേ? മനുഷ്യരുടെ ഇറച്ചിയും അതുപോലെ തന്നെ രക്തവും കുടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള വാമ്പേഴ്സ്. അതുപോലുള്ള ഒരു കഥ നിങ്ങൾ ഇന്ത്യൻ മൂവിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സോ അതുപോലൊരു കഥ ഇന്ന് നമ്മൾക്ക് കേട്ടാലോ. എന്നാൽ ഹോളിവുഡ് മൂവിയിൽ നമ്മൾ കാണുന്നത് പോലെ വികൃതമായിട്ടുള്ള രൂപത്തിൽ വരുന്ന അങ്ങനെ ഒരു വാമ്പയർ ഒന്നുമല്ല. മനുഷ്യരുടെ ഇടയിൽ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു വാമ്പയർ. ആരായിരിക്കും ആ ഒരു വാമ്പയർ? കഥയുടെ അവസാനം മാത്രമേ അതാരാണെന്ന് മനസ്സിലാവുള്ളൂ. അടിപൊളി ട്വിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കഥയിൽ ഒരു സീരിയൽ കില്ലർ അവൻ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഒരു വാമ്പയറും അതുപോലെ തന്നെ കൂടെ ഒരു സീരിയൽ കില്ലറും. നഗരത്തിൽ പല തവണയായിട്ട് ഒരുപാട് പെൺകുട്ടികളെ കാണാതാവുകയാണ്. സോ ഈ കേസിന്റെ പിന്നാലെ രണ്ട് പോലീസ് ഓഫീസർ ഒരേ സമയത്ത് പോവാണ്, നന്ദന, അഭയ. ഇവർ രണ്ടുപേരും അവസാനം കണ്ടുപിടിച്ച ആ രഹസ്യം ഒടുക്കത്തെ ട്വിസ്റ്റ് ആണ്. എന്തായിരിക്കും അത്? കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. സിനിമയുടെ ആരംഭത്തില് ഒരു അച്ഛനും മകനും കൂടെ ഒരു കാട്ടിലൂടെ നടന്നു പോവാണ്. അപ്പൊ ആ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഈ മരങ്ങളൊക്കെ കാട്ടിൽ എങ്ങനെയാ വളരുന്നത്? ഇതിനൊന്നും ആരും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഈ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ പറയാണ്, മോനെ, ഈ കാടുകളിൽ അല്ലെങ്കിൽ പുറത്തുള്ള ജീവികൾ ഏതായാലും അതിന് അതിജീവിക്കേണ്ടതായ കാര്യങ്ങൾ അതിന് സ്വന്തം ചെയ്യാനറിയാം. എന്തായാലും എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ആ ഒരു വഴികളുണ്ട്. അച്ഛാ, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വല്ലാതെ വിശപ്പ് ചില സമയത്ത് തോന്നുന്ന ആ ഒരു കുട്ടി ചോദിച്ചപ്പോ ഇപ്പൊ അച്ഛൻ പറയാണ്, കണ്ടില്ലേ, ഈ മരങ്ങളൊക്കെ സ്വയം വളരുന്നത്, അത് അതിനുള്ള ആ ഒരു ഭക്ഷണം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ നിന്റെ വിശപ്പ് നിനക്ക് വേട്ടയാടാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞ് ആ കുട്ടിക്ക് ഒരു മുഖംമൂടി വെച്ചു കൊടുക്കുകയാണ് ഈ വയസ്സായിട്ടുള്ള ആള്. ആ ആളെ നമുക്ക് വെട്ടിന്ന് വിളിക്കാട്ടോ. ഇതിനുശേഷം തീരത്ത് കിടക്കുന്ന ഒരു തലയോട്ടി കാണിക്കുകയാണ്. അതിനും ശേഷം ഒരു മുറി കാണിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം മുഖംമൂടിയും അവിടെ കാണുകയാണ്. ആ മുറിയിലായിട്ട് ഒരുപാട് പെൺകുട്ടികളെ കൊടൂരമായ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതായത് നഗരത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ ഇപ്പൊ നിലവിൽ കാണാതായിട്ടുണ്ട്. ആ കുട്ടികളാണത്. അവരാരാണ് തട്ടിക്കൊണ്ടുപോയത്, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് അറിയില്ല. പോലീസുകാർ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയങ്കര രീതിയിൽ സമരം കാര്യമായിട്ട് പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നുണ്ട്. സോ പോലീസുകാർക്കും മിനിസ്റ്റർ ലെവലിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രഷർ വരികയാണ്. സോ പോലീസുകാരോട് മന്ത്രിമാര് വിളിച്ച് ഭയങ്കരമായിട്ട് അലേർട്ട് ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നടക്കുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ പത്രത്തിൽ ഭയങ്കരമായിട്ട് വാർത്തയാവാണ്. അതായത് കാണാതായ പെൺകുട്ടികൾ മരിച്ചുപോയോ അല്ലെങ്കിൽ അവർ ജീവനോടെ ഉണ്ടോ, അവർക്ക് എന്താ സംഭവിക്കുന്നേ ഒന്നും അറിയുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ. ഇതേ സമയത്ത് തന്നെ രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഒരു ചുവന്ന കാറ്, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ചുവന്നത് തന്നെ. പെട്ടെന്ന് ആ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആകണം. അടുത്ത നിമിഷം തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്. ആ ഒരു പെൺകുട്ടിയെ വലിച്ച് പുറത്തേക്കിട്ട് അവൾ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. പിറ്റേ ദിവസം തന്നെ ജനങ്ങളുടെ ഈ ഒരു പ്രഷർ കാരണം മന്ത്രി നേരിട്ട് വന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുകയാണ്. മന്ത്രി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പത്രക്കാർ വിടുന്നില്ല. 10-17 പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. അവരുടെ ബോഡി എവിടെ, അവർക്ക് എന്താ സംഭവിച്ചത്, നിങ്ങൾ ഉത്തരം പറയണമെന്ന് തന്നെ എല്ലാവരും പറയുമ്പോൾ മന്ത്രിക്ക് വരെ എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ മന്ത്രിക്ക് ഒരു നോട്ട് കിട്ടുകയാണ്. ഇത്രയും പത്രക്കാരുടെ ഇടയിൽ നിന്ന് ചെവിയിൽ വന്ന് പറയല് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി കൂടെ മിസ്സായിട്ടുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു മീറ്റിംഗ് പിരിച്ചുവിട്ട് ആ കാണാതായ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ്. അവരോട് പറയാണ്, ഞങ്ങൾ നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഈ വിവരം നിങ്ങൾ തൽക്കാലം പുറത്തു പറയല്ലേ. കാരണം പോലീസുകാരും ഞങ്ങളായാലും എല്ലാവരും ഭയങ്കര പ്രഷറിലാണ് ഇപ്പോൾ. പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിച്ചിരിക്കുക. നല്ല ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവരെന്തായാലും ഈ ഒരു കേസ് ക്ലോസ് ചെയ്തിരിക്കും. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു അച്ഛനെയും മകളെയും കാണിക്കുകയാണ്. പെട്ടെന്ന് സീൻ കട്ടായി ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ആ പെൺകുട്ടി അവളുടെ അച്ഛനെ, ചെറുപ്പത്തിൽ അവളുടെ കൂടെ പോകുന്ന അച്ഛനെ സ്വപ്നം കണ്ടതായിരുന്നു കേട്ടോ. എന്തായാലും അവളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള നന്ദന. കേരളക്കാരിയാണ്. ഇപ്പൊ എന്തോ ഒരു അന്വേഷണ ചുമതല നന്ദനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കഥാനായകനായിട്ടുള്ള അഭയെ കാണിക്കുകയാണ്. അവനും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെയാണ്. പക്ഷെ ആള് കുറച്ച് അലസനാണ് കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ കള്ള് കുടിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ഇപ്പൊ അഭയ് അതുപോലെ തന്നെ നന്ദന രണ്ട് ഭാഗത്തുനിന്ന് വന്ന രണ്ട് ആൾക്കാരാണ്. ഇവരെ സിറ്റി കമ്മീഷൻ ഓഫീസർ വിളിക്കുകയാണ്. കാരണം ഇവരെ രണ്ടുപേരെയും ആ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം അന്വേഷിച്ചത് അഭയാണ്. നന്ദന ഇപ്പൊ ഈ ഒരു കേസിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അഭയോട് കാര്യങ്ങൾ എന്തായെന്ന് കമ്മീഷണർ ചോദിച്ചപ്പോൾ അഭയ് പറയാണ്, ആ പെൺകുട്ടി അവസാനമായിട്ട് പബ്ബിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. സോ അവനെ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേലിൽ നിന്ന് പ്രഷർ വന്നു. അവന് ചോദ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താണ് നീ കണ്ടുപിടിച്ചതെന്ന് നന്ദനോട് ചോദിച്ചപ്പോൾ നന്ദന കാര്യങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എന്റെ ടീമിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിൽ എനിക്ക് മനസ്സിലായ കാര്യം, ആ പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കിട്ട് പുറത്തേക്ക് വന്നു. അത് അവിടെ തീർന്നു. അവൻ അവന്റെ വഴിക്ക് പോയി, ഈ പെൺകുട്ടി മറ്റൊരു വഴിക്കും പോയി. എന്നാൽ ഈ ഒരു കേസുമായിട്ട് അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട്
രണ്ടിനും യാതൊരു ബന്ധവുമില്ല. അതായത് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമാണ്. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് ഇങ്ങനെ കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. എന്തായാലും അഭയ അതുപോലെ തന്നെ നന്ദന രണ്ടുപേരും അവരുടെ ആ ഒരു ടീമുമായിട്ട് നന്നായിട്ട് തന്നെ കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ നന്ദന ആ നാട്ടിലെ തന്നെ പ്രധാന ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലീഡും കിട്ടുന്നില്ല. ഇതേ സമയത്തിന് അഭയ വന്നിട്ട് പറയണ വെറുതെ ഈ കേസിന്റെ പിന്നാലെ ഇങ്ങനെ പോകണോ, ഒരു തലവേദന പിടിച്ച കാര്യമാണ്, ഒഴിവാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദന ഭയങ്കര ദേഷ്യത്തിൽ അഭയം നോക്കിയിട്ട് പറയാണ് ഈ കാര്യങ്ങൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നത് നിന്റെ സ്വഭാവമാണ്, അല്ലാതെ എന്റെ സ്വഭാവമല്ല. എന്തുകൊണ്ടായിരിക്കും നന്ദന ഇങ്ങനെ അഭയോട് പറഞ്ഞത്? അതായത് രണ്ടുപേർക്കും നേരത്തെ അറിയാം, പോലീസ് ക്യാമ്പിൽ വെച്ച് രണ്ടുപേരും ആ ഒരു സമയത്തിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ എന്തിനാണെന്ന് അറിയില്ല, ഒരു ദിവസം പെട്ടെന്ന് തന്നെ നന്ദനെ ഈ അഭയ ഉപേക്ഷിച്ചു പോയി. ചിലപ്പോ അവന് മറ്റേതെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നും പറയാതെയാണ് അവൻ പോയത്. അതുപോലെ തന്നെ നന്ദന കേസിന്റെ പിന്നാലെ തന്നെയാണ്. ഇപ്പൊ ഈ കാണാതെ എല്ലാ പെൺകുട്ടികളുടെയും മൊബൈലിന്റെ ഒരു സിഗ്നൽ, ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരെണ്ണം മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുകയാണ്. ആ പെൺകുട്ടിയെ കാണാതായിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുന്നേ അവളുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ ആ ഒരു സെൽഫോണിന്റെ IMEI കോഡ് ഉപയോഗിച്ചിട്ട് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഫോൺ ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ ഷോപ്പിലായിരുന്നു. ആ ഫോൺ എങ്ങനെയോ ഇയാളുടെ കയ്യിൽ കിട്ടി. ആദ്യം ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല. നല്ല 2 ബെട കിട്ടിയപ്പോൾ ഇയാൾ കാര്യങ്ങൾ പറയാണ്. ആ ഫോൺ ഇവിടെ കൊണ്ടേ കൊടുത്തത് ബൊയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ബൊയയ്ക്ക് ഈ കിഡ്നാപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബൊയയുടെ ആ ഒരു കോളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവർ പരിശോധിച്ച് നോക്കുകയാണ്. നോക്കുമ്പോൾ ഈ ബൊയ എന്ന ആ ഒരു റൗഡി ഉണ്ടല്ലോ, ബേസിക്കലി അവനൊരു റൗഡിയാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. എന്തായാലും ഈ ബൊയ ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നത് ആ സിറ്റിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി ഉണ്ട്, കാർത്തിക്, ആ ആശുപത്രിയിലേക്കാണ്. ആ ആശുപത്രിയുടെ ഓണർ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇയാളുടെ മകനാണ് ആ അവസാനം കാണാതായ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട്. അതുകൊണ്ടാണ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ മുകളിൽ നിന്നും പ്രഷർ വന്നതും അവനെ വേഗം വിട്ടയക്കേണ്ടി വന്നതും. അതുപോലെ ഈ ബോയെ കൂടുതലായിട്ട് കോൺടാക്ട് ചെയ്തത് കാർത്തിക് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണോ. എന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അവരുടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നിട്ട് റെയ്ഡോ ചോദ്യം ചെയ്യലോ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭയ ഒരു സൂത്രപ്പണി കണ്ടുപിടിക്കുകയാണ്. ആ ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് അവരുടെ ഡാറ്റ കേബിളിലേക്ക് എന്താ പറയാ ഒരു ചിപ്പ് ഘടിപ്പിക്കുകയാണ്. ഇതിനുശേഷം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഹാക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇവരുടെ കമ്പ്യൂട്ടറിലേക്ക് ഇവർക്ക് കിട്ടുകയാണ്. ഒരുപാട് ഇമെയിൽ ഇവരുടെ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള ഒരുപാട് എൻക്വയറിയാണ്. അതായത് ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള കിഡ്നി, ഹൃദയം അല്ലെങ്കിൽ A- അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ അവയവങ്ങളുടെ എൻക്വയറി. അതായത് മനുഷ്യക്കടത്ത്, മനുഷ്യന്റെ അവയവക്കടത്താണ് മെയിനായിട്ട് ആ ആശുപത്രിയിൽ നടക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇത് പിടിക്കണമെന്ന് നന്ദന പറഞ്ഞപ്പോൾ അഭയ പറയാണ് ഒരു കാര്യമില്ല, വെറും ഒരു ഇമെയിൽ വെച്ച് നമുക്ക് അവിടെ പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അറിയാലോ അതിന്റെ ഓണർ ഒരു മിനിസ്റ്റർ ആണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ഒരു രീതിയിലും അവരോട് മുട്ടാൻ പറ്റില്ല. അടുത്ത സീനിൽ ആ ആശുപത്രിയുടെ ഡീനെ കാണിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, കുറെ അവയവങ്ങളുടെ എൻക്വയറി ഉണ്ട് കേട്ടോ. സോ ഇവരുടെ ആവശ്യത്തിനുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആ ഒരു ബൊയാണ്. എന്തായാലും ബൊയ എന്നുള്ള ആ ഒരു പേര് നമ്മുടെ നന്ദനിക്കും അതുപോലെ തന്നെ അഭയയ്ക്കും കിട്ടിയല്ലോ. രണ്ടുപേരും ഈ ബൊയ ആരാണെന്ന് അന്വേഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു റൗഡി, ഇവനെ കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല. അവൻ ആരാണെന്നോ എവിടുന്ന് വന്നെന്നോ അവന്റെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം അറിയില്ല. എന്നാൽ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ദയം കാണിക്കാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിമിനൽ തന്നെയാണ് ഈ ബൊയ. സോ അവനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും ബൊയെ തേടിക്കൊണ്ട് അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയ ആ ഒരു പോലീസുകാരനെ അവിടെ വെച്ച് തന്നെ അവർ വെട്ടിക്കീറി കഷ്ണങ്ങളാക്കി കൊല്ലുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും പിന്നീട് അങ്ങോട്ടേക്ക് ആരും പോയിട്ടില്ല. സോ അങ്ങോട്ടേക്ക് ബൊയെ കുറിച്ച് അന്വേഷിച്ച് പോയില്ലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ അഭയ പറയാണ് പിന്നെ ആ ഒരു പണി അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ആള് ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അഭയ എത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ എല്ലാവർക്കും കയറാനൊന്നും പറ്റില്ല. സോ അവിടെ താമസിക്കുന്ന ഒരു പയ്യന്റെ സഹായത്തോട് കൂടിയിട്ട് അഭയ അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പൊ അവിടെയുള്ള വലിയ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന്. അപ്പൊ ആ പയ്യൻ പറയാണ് ഇതൊരു ഡോക്ടറാണ്, ഇവിടെ ഒരാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുള്ളിലേക്ക് കടത്തി വിടുകയാണ്. എന്തായാലും ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കുറെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മുടെ അഭയ കാണുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം അവരുടെ കൂടെ ഒന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഭയ തന്നെ ഇവർക്ക് പുതിയൊരു ബോൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ബാറ്റ് ചെയ്യാന്ന് പറയണം. അങ്ങനെ ഫസ്റ്റ് ബോൾ എറിഞ്ഞപ്പോൾ തന്നെ അഭയ മുകളിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് അടിച്ച് ആ ബോൾ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. ശരിക്കും അഭയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ആ ബോൾ അതൊരു ക്യാമറയായിരുന്നു. ആ ക്യാമറയുള്ള വിഷ്വൽസ് ഇപ്പൊ പുറത്തുള്ള പോലീസുകാർക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. ആ ബോൾ ചെന്ന് വീണ ആ ഒരു റൂം ഉണ്ടല്ലോ അതിനുള്ളിലായിട്ട് ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം കൺഫേം ആയി ബോയ തന്നെയാണ് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയതും ഈ ഒരു സ്ഥലത്തിലെ ആൾക്കാരും. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നമ്മുടെ അഭയ ചെല്ലുകയാണ്. ആ ഒരു കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ബോയ എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിന്റെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പൂരം ഫൈറ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയിൽ നിന്നും നമ്മുടെ ഒരു അഭയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു പയ്യനുണ്ടല്ലോ അവനെയും ബാക്കിയുള്ളവർ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. എങ്ങനെയൊക്കെ ആ ഒരു പയ്യനെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് പോകുന്ന അഭയുടെ മുന്നിലേക്ക് ബൊയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രിമിനൽ വരികയാണ്. ഇപ്പൊ ആ ഒരു പയ്യനെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് അഭയും ബൊയയും തമ്മിൽ നല്ല അടിപൊളി ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റിന് അവസാനം ബൊയ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ്. അടിച്ച് അവനൊരു പരുവാക്കുന്നുണ്ട്. പിന്നീട് കമ്മീഷണറോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പോലീസുകാർ വരികയാണ്. എല്ലാവരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം തന്നെ മന്ത്രി ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നുണ്ട്. കാണാതായ കുറെ പേരെയൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
എല്ലാവരെയും അവരുടേതായ ആ ഒരു വീട്ടിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു വിടാനും പറ്റി. എന്നാൽ എന്തിനാണ് ബോയെ പോലുള്ള ക്രിമിനൽ ഈ ഒരു പരിപാടി ചെയ്തതെന്ന് അവന് ബോധം വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേസ് ഒന്ന് ഒതുക്കി തീർക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിയും അതുപോലെ തന്നെ പോലീസുകാരും. ഇതേ സമയത്തിന് ബോയ ആണെങ്കിൽ നമ്മുടെ അഭയ അടിച്ചവന്റെ കിളി വാറിപ്പിച്ചിട്ടുണ്ട്, കോമാവസ്ഥയിലാണ്. അതുപോലെ തന്നെ അഭയുടെ ദേഹത്തും പരിക്കൊക്കെ ഉള്ളതുകൊണ്ട് അഭയും ട്രീറ്റ്മെന്റിലാണ്. എന്തായാലും ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം അവന് റെസ്റ്റ് ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനെയാണ് അഭയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. എന്തായാലും രണ്ടുപേരും ഒരു സമയത്ത് പ്രണയിച്ചിരുന്നെങ്കിലും ഇപ്പൊ ബ്രേക്കപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നന്ദന അത്ര അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല. എന്നാൽ അഭയുടെ വീട്ടിലെത്തിയ സമയത്ത് നന്ദന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അവളെ വിട്ട് അന്ന് അഭയെ വന്നിട്ടുണ്ടെങ്കിലും അവളുടെ ഓർമ്മകളുമായിട്ട് എല്ലാ ദിവസവും അവൻ ജീവിക്കുകയായിരുന്നു. അവളെ പിരിഞ്ഞ ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും അവൻ കുടിക്കാനും തുടങ്ങിയത്. സോ ഇതെല്ലാം കണ്ട സമയത്ത് അവൻ ഇപ്പോഴും അവളെ പ്രണയിക്കുന്നുണ്ട്. ആ ഒരു രഹസ്യം അവൾ മനസ്സിലാക്കുകയാണ്. സോ അവരുടെ ഇടയിൽ ആ ഒരു റിലേഷൻ അത് വീണ്ടും അത് റീജോയിൻ ആവുകയാണ്. അന്ന് രാത്രി തന്നെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കഥയുടെ ആരംഭത്തിൽ നമ്മളൊരു അച്ഛനെയും മകനെയും കണ്ടില്ലേ, അവര് വീണ്ടും കാണിക്കുകയാണ്. അച്ഛന് നല്ല പ്രായമായി തോന്നുന്നു, ഇപ്പൊ കണ്ണൊന്നും കാണുന്നില്ല. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടിയുടെ മറുഭാഗം ഈ ഒരു പയ്യനാണ് പിടിച്ചിരിക്കുന്നത്. അയാളുടെ പേര് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, വെട്ടി. സോ വെട്ടിക്ക് ഇപ്പൊ കണ്ണ് കാണാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ അവർ റോഡരികിലൂടെ പോകുന്ന സമയത്ത് റോഡരികിലായിട്ട് തന്നെ ഈ വേശ്യ പണി ചെയ്യാനായിട്ട് സ്ത്രീകൾ ഒരുപാട് ഉണ്ടാവാറുണ്ടല്ലോ. ഒരു ചുവന്ന സാരിയൊക്കെ എടുത്തിട്ട് സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ഈ പയ്യൻ പോയിട്ട് എന്റെ അച്ഛന് കണ്ണ് കാണില്ല, കുറച്ച് നേരം ഒരു വടി പിടിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം ആ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്ന കടയിലേക്ക് ഒരു ഇച്ചിരി ചായയും അതുപോലെ തന്നെ ബ്രെഡും മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു വെട്ടി ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് ബോധം കെടുത്തി അവിടുന്ന് തട്ടിക്കൊണ്ടുപോവാണ്. അതായത് അച്ഛനും മകനും പ്ലാൻ ചെയ്ത് തന്നെ ഈ ഒരു കാര്യം ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദന ഇപ്പോൾ അഭയെ വിളിക്കുന്നുണ്ട്. അതായത് പുതിയൊരു കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ കൂടെ കാണാതായിട്ടുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ആ ഒരു ക്രിമിനൽ ബോയെ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞല്ലോ. എന്നിട്ടും എങ്ങനെയാണ് പെൺകുട്ടികളെ കാണാതാവുന്നത്? സോ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രഷറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ ആരാണ് ഇത് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറയണം. ഇനി അധിക നാളില്ല, ഇനി വൈകിയാൽ ഈ ഒരു കേസ് CBIക്ക് പോകും. നിങ്ങൾക്ക് ഭയങ്കര അപമാനമായിരിക്കും അത്. എന്തായാലും സാറേ കുറച്ച് ദിവസം ഞങ്ങൾക്കില്ലേ, എന്തായാലും ഞാൻ ആ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നന്ദന പറയാണ്. അതേ സമയത്തിന് നന്ദന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അഭയുടെ വീട്ടിലേക്ക് ഒരു ദിവസം അവൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേസിന്റെ പല കാര്യങ്ങളും അവന്റെ ആ ഒരു ബോർഡിൽ അവൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീ, ചുവന്ന കാറുകൾ, ചുവപ്പുമായിട്ട് എന്തോ ബന്ധമുള്ള സ്ത്രീകളാണ് ഇതേ രീതിയിൽ കാണാതാവുന്നതും കൊല്ലപ്പെടുന്നതും. ഇതിനെക്കുറിച്ച് അഭയോട് പറയുമ്പോൾ അവനത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. എന്നാൽ വിശദമായിട്ടൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടറിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് എല്ലാ ആളുകൾക്കും എല്ലാ കളറൊന്നും കാണാൻ കഴിയില്ല. ചില ആളുകൾക്ക് നമ്മൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ചിലപ്പോൾ പച്ച, മഞ്ഞ അങ്ങനെയുള്ള കളറൊന്നും കാണാൻ പറ്റില്ല. ചുരുക്കം ചില കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഓണർ ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗ് മൂപ്പർക്ക് തന്നെ ഏതോ കുറച്ച് കളറുകൾ കാണാൻ പറ്റില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ കളർ ആ നീലയാക്കിയതിന് തന്നെ ആ ഒരു കളർ ബ്ലൈൻഡ്നെസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ചുവന്ന കളർ, ഇത് ചില ആൾക്കാർക്ക് ആ ചുവന്ന കളർ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. സോ ആ ഒരു കളർ കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ വികാരങ്ങൾ വല്ലാതെ ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ അത് കോപമായിരിക്കും. ശരീരത്തിൽ ഏത് മാറ്റാണ് ആ ഒരു നിമിഷം വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ഡോക്ടർ ഇവർക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം പോയിട്ട് നന്ദനയും അതുപോലെ തന്നെ അഭയും കൂടെ ഇവരുടെ പോലീസുകാരുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കമ്മീഷണറോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ കമ്മീഷണറും ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അതൊക്കെ ഇപ്പൊ എന്താണ്, അതിനും ഈ ഒരു കേസുമായിട്ട് എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നന്ദനയ്ക്ക് ഉറപ്പായിരുന്നു ആ കില്ലർക്കും ചുവപ്പ് കളറുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ലേഡി പോലീസ് ഓഫീസേഴ്സിനെ സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് ചുവന്ന വസ്ത്രം അണിയിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കില്ലർ അവരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പൊ തന്നെ പിടിക്കാനായിട്ട് അവരുടെ ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നേരം ഇവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെട്ടി അതുപോലെ തന്നെ ഇയാളുടെ പയ്യൻ രണ്ടുപേരും കൂടെ റോഡരികിലൂടെ പോവാണ്. ഇപ്പൊ ഇവരെ കണ്ട പോലീസുകാർ ഇതെന്താ ഈ സമയത്ത് ഇതിലൂടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എനിക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ട് എന്റെ മകനാണ് എപ്പോഴും കൂട്ടിക്കൊണ്ടുപോകാറ്, അതുകൊണ്ട് ഇത്ര വൈകിയെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് ഇവർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നന്ദന, അഭയ ഇവരെല്ലാവരും പല ഭാഗത്തായിട്ട് ലേഡി പോലീസ് ഓഫീസേഴ്സിന് നിർത്തിയിട്ടില്ലേ. ആരുടെ അടുത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ ആരും വരുന്നില്ല. അടുത്ത സീനിൽ ഈ ഒരു വെട്ടി അയാളുടെ മകൻ രണ്ടുപേരെയും കാണിക്കുകയാണ്. ഈ മകന്റെ കയ്യിൽ ഈ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം ബൊമ്മയുടെ ആ ഒരു മുഖംമൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് അവനിങ്ങനെ പറയണ, അച്ഛൻ വല്ലാതെ വിശക്കുന്നു, എന്താ ചെയ്യുക, ഇപ്പൊ വെട്ടി പറയണ വഴി ഉണ്ടാക്കാൻ മോനെ. ഇവിടെ സീൻ കട്ടായി വീണ്ടും നമ്മുടെ പോലീസുകാരെ കാണിക്കുകയാണ്. ഇവരിങ്ങനെ നേരം വെളുക്കാനാവുന്നവരെ നിന്നിട്ടും ആരെയും കാണുന്നില്ല. സോ കില്ലർ ഇന്ന് വരാൻ പോയില്ല എന്ന് കണ്ടിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സും ഡ്യൂട്ടിയും കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ അവരുടെ ആ ഒരു കോട്ടിൽ എന്തോ ചളിയോ മറ്റോ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പുറം ഭാഗത്തല്ല, അതായത് ഉള്ളിലേക്ക് ആക്കിയിടാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോട്ട് അവർ തിരിച്ചിടുകയാണ്. എന്നാൽ കോട്ടിന്റെ ഉൾഭാഗം അത് ചുവന്നതായതുകൊണ്ട് തന്നെ അത് തിരിച്ചിട്ടപ്പോൾ അത് പുറത്തേക്ക് വരികയല്ലേ, അത് കട്ട ചോപ്പായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആദ്യം തന്നെ നന്ദനിയും അതുപോലെ തന്നെ അഭയ അറിയുന്ന ന്യൂസ് എന്താ വെച്ചാൽ ഇവരുടെ കൂടെ ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി പോലീസ് ഓഫീസറെ കാണാതായി എന്നാണ്. എന്തായാലും ഇത് ടോട്ടലി ഭയങ്കരമായിട്ട് നാണക്കേടാവുന്നുണ്ട്. ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും ദിവസം പബ്ലിക്കിന്റെ ഇടയിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ആളാണ് കാണാതായത്. എന്നാൽ ഇപ്പോഴിതാ ഒരു പോലീസുകാരി. സോ നന്ദനിക്കും അതിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്.
വരുന്നുണ്ട്. അവളുടെ പ്ലാൻ ആയിരുന്നല്ലേ ഇത്. എന്നാൽ ആ ഒരു പ്ലാന് അത് മര്യാദക്ക് നടപ്പിലാക്കേണ്ട, അത് പാളിപ്പോയില്ലേ. സോ അവൾക്ക് നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ഇതിനിടയിൽ നന്ദന ആ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. പോലീസുകാർ നൈറ്റിൽ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു കോട്ടിന്റെ ഉൾഭാഗം ചുവപ്പ് നിറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കാണാതായ ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ, അവരുടെ ഡ്രൈവറുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതുപോലെ ഇന്നലെ അവർ കോട്ട് മറിച്ചിട്ടായിരുന്നു എന്ന്. എന്നാൽ ആ ഒരു ഡ്രൈവർ പോലീസ് പറയാണ് മറിച്ചിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കോട്ടിന്റെ പുറത്ത് ചളിയായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോട്ട് ഊരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഡ്രൈവർ പറയാണ്. എന്നാൽ ആ ഒരു കോട്ട് ഊരും ചെയ്തു, ആ ലേഡി പോലീസ് അത് തിരിച്ചിടുകയും ചെയ്തു. അപ്പൊ അവരുടെ ആ ഒരു വസ്ത്രത്തിന്റെ നിറം എന്തായിരുന്നു? ചുവപ്പാണ്. എന്തായാലും ആ ഒരു ലേഡി പോലീസിനെ കാണിക്കുകയാണ്. എവിടാന്നറിയില്ല, ഏതോ ഒരു മുറിയിൽ അവരെ കെട്ടി തൂക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നന്ദനയുണ്ടല്ലോ, ആ ഒരു ലേഡി പോലീസ് ഓഫീസർ അവസാനമായിട്ട് എവിടെയാണോ ഇറക്കി വിട്ടത് ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ നന്ദന എന്തോ ഒരു കാര്യം കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നേരത്തെ കണ്ട ആ ഒരു വെട്ടി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ ആ ഒരു ചെറിയ മകനുണ്ടല്ലോ, രണ്ടുപേരും കൂടെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവരുടെ വയറ് കയറി അതിൽ ചോരയും കുടിച്ച് ആ ഇറച്ചി അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വെട്ടിയും അയാളുടെ മകനും നരഭോജികളാണ്, മനുഷ്യരെ കൊന്നു തിന്നുന്ന ജാതികളാണ്. എന്നാൽ ഈ ഒരു കാര്യമല്ല നമ്മുടെ നന്ദന കണ്ടത് രണ്ട് പിള്ളേര് കൂടിയിട്ട് ഒരു മരത്തിന്റെ പാവയുടെ ആ ഒരു ബൊമ്മയുണ്ടല്ലോ അതിനുവേണ്ടി തല്ലുകൂടാണ്. എന്നാൽ ആ ഒരു മരത്തിന്റെ പാവ ബൊമ്മ ഇത് കണ്ടിട്ടാണ് നമ്മുടെ നന്ദന ഞെട്ടിപ്പോയത്. ഇപ്പൊ ആ ഒരു പിള്ളേരോട് ചോദിക്കണം, അല്ല നിങ്ങൾ എവിടുന്ന ഈ ഒരു സാധനം എടുത്തിട്ട് വന്നത്, എവിടുന്ന് ഇത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പിള്ളേര് പറയാണ് എവിടുന്നും അല്ല, ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്, ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു, അപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും ആ ഒരു മുഖംമൂടി കാണുന്നതനുസരിച്ച് നന്ദനയുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, ടെൻഷൻ കൂടുന്നുണ്ട്. കാരണം ഈ ഒരു മുഖംമൂടി ഇതിന് മുന്നേയും അവള് കണ്ടിട്ടുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നത് ഹൈദരാബാദിൽ 2023 അതായത് ഇപ്പൊ പ്രസന്റില്. എന്നാൽ നന്ദന ഇതിനു മുന്നേ ആ ഒരു മുഖംമൂടി കണ്ടത് കേരളത്തിൽ വെച്ച് 1999 വീണ്ടും അവളുടെ ഉള്ളിൽ ആ ഒരു ചോദ്യം അങ്ങനെ കയറി വരുന്നുണ്ട്. 1999 കേരളത്തിൽ കണ്ട ആ ഒരു മരത്തിന്റെ മുഖംമൂടി എങ്ങനെയാണ് 2023 ഇവിടെ ഹൈദരാബാദിലെത്തിയത്? എന്തായാലും ഈ ഒരു കാര്യം നന്ദന അഭയോട് പറയാണ്. എന്നിട്ട് ഇതിന്റെ ഒക്കെ തുടക്കം അത് കേരളത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ കേരളത്തിലേക്ക് അന്വേഷണത്തിന് വരികയാണ്. ശരിക്കും നന്ദന ഈ ഒരു മുഖംമൂടി എപ്പോഴാണ് കണ്ടെന്ന് വെച്ചാൽ നന്ദനയുടെ അച്ഛനും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, രാജീവ്. അപ്പൊ രാജീവ് വീട്ടിൽ നിന്നും അവസാനമായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പിന്നിൽ ഇതേ ഒരു മരത്തിന്റെ ബൊമ്മ, ആ ബൊമ്മയുടെ മുഖംമൂടി അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ നന്ദനയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അഭയും നന്ദനയും ഒരുമിച്ച് കണ്ടപ്പോൾ നന്ദനയുടെ അമ്മ ചോദിക്കണം, അല്ല നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഒരുമിച്ച് വരുന്നത്? ഇപ്പൊ അഭയ് പറയണേ, അതൊന്നുമില്ല, നമ്മള് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാൽ മക്കളെ ഇരിക്കുക, ഞാനിപ്പോ ചായ എടുത്തിട്ട് വരാമെന്ന് അമ്മ നേരെ അടുക്കളയിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നന്ദനയും അഭയും കൂടിയിട്ട് അച്ഛന്റെ സാധനങ്ങളെ സൂക്ഷിച്ച ആ ഒരു പഴയ മുറിയിലേക്ക് പോകുന്നുണ്ട്. ആ മുറിയിൽ ആ ഒരു മുഖംമൂടി അതിപ്പോഴും ഉണ്ട്, അന്ന് അച്ഛന്റെ കൂടെ കണ്ടിരുന്ന ആ ഒരു മരത്തിന്റെ മുഖംമൂടി. ഇതിങ്ങനെ അവരെടുത്ത് നോക്കുന്ന സമയത്താണ് നന്ദനയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ ഈ ഒരു മുഖംമൂടി കണ്ട സമയത്ത് തന്നെ പേടിച്ച് കയ്യിലുണ്ടായിരുന്ന ചായയുടെ ഗ്ലാസ് താഴെ വീഴുന്നുണ്ട്. എന്തിനാ മോളെ നീ അതെടുത്തത്? അത് കാരണമാണ് നിന്റെ അച്ഛൻ മരിച്ചു പോയത് എന്നൊക്കെ പറയാണ്. ശരിക്കും എന്താ സംഭവിച്ചത് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ഇപ്പൊ നന്ദനയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നന്ദനയുടെ ചെറുപ്പത്തിൽ അവളുടെ അച്ഛനുള്ള സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നല്ല, കുറച്ചധികം പെൺകുട്ടികളെ കാണാതായ ഒരു കേസ്. എത്ര നോക്കിയിട്ടും ആളെ പിടികിട്ടിയില്ല. സോ അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഒരു പ്രഷറിലും ടെൻഷനിലൊക്കെ ആയിരുന്നു. വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവസാനമായിട്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് മോളുടെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു. അന്ന് ആ ഒരു പരിപാടിക്ക് പോലും കൂടാതെ നിങ്ങൾ എടുത്തിരിക്കുന്ന മരത്തിന്റെ ബൊമ്മയുണ്ടല്ലോ ഇതെടുത്തുകൊണ്ട് അദ്ദേഹം അവസാനമായിട്ട് ഇവിടുന്ന് പോയതാണ്. പിന്നീട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ ഒരു മുഖംമൂടിയും കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെയായിട്ടും എനിക്ക് എന്റെ ഭർത്താവിന്റെ ബോഡി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ഒരു പോലീസുകാരനുണ്ട്, തിലകന്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് പറയണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നന്ദനയും ഇപ്പോൾ അഭയും കൂടിയിട്ട് നേരെ തിലക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് പറയണം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതായത് 1999 ആ സ്റ്റേഷനിൽ ഞാൻ കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോൾ അവിടുത്തെ SI ആയിരുന്നു നിന്റെ അച്ഛൻ രാജീവ്. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ ഇടിയാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്, ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും സംശയം അവളുടെ ഭർത്താവിനെ തന്നെയായിരുന്നു. അവൻ നന്നായിട്ട് ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും അവന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല പെടയും കൊടുത്തിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ ഉപദ്രവിക്കായിരുന്നു. എന്നാൽ അവൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്തായാലും ആ ഒരു കേസിന്റെ പിന്നാലെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ മിസ്സാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഒരുപാട് ദിവസം ഇതിന്റെ പിന്നാലെ പോയി. ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാങ് ആണ് തന്നെ ഇവർ മനസ്സിലാക്കിയിട്ട് എല്ലാ പോലീസുകാരും കൂടെ ഒരുപാട് ഇതിന് ശ്രമിച്ചെങ്കിലും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. ആ ഒരു കേസിന്റെ പിന്നാലെ നടന്ന് നിന്റെ അച്ഛൻ രാജീവ് ഒരുപാട് ടെൻഷനിലായിരുന്നു. എന്തായാലും ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് വെട്ടി എന്ന് പറഞ്ഞ ആളും അയാളുടെ മകനും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ തട്ടിക്കൊണ്ടുപോകല്ലോ. ഇങ്ങനെ വീണ്ടും തട്ടിക്കൊണ്ടുവന്ന ഒരു ലേഡിയെ കെട്ടിത്തൂക്കി അവരുടെ ദേഹത്ത് കോറി ആ രക്തം ഉറ്റുമല്ലോ അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത കാഴ്ച തന്നെ. എന്തായാലും വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അതായത് രാജീവ് ഇപ്പോൾ ആ ഒരു കേസിന്റെ പിന്നാലെ തന്നെയാണല്ലോ. രാജീവും അതുപോലെ തന്നെ തിലകനും ഒരു ദിവസം ആ ഒരു നാട്ടിലൂടെ ബൈക്കിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് കാടിനരികിലായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. സംശയമൊന്നും തോന്നിയില്ല, പക്ഷേ നന്നായിട്ട് ദാഹിച്ചത് കൊണ്ട് രാജീവ് ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് കുറച്ച്
പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയിൽ കാണുന്ന ആ ഒരു വെട്ടി ഉണ്ടല്ലോ, അയാളുടെ വീടായിരുന്നു അത്. അയാളോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് കണ്ണ് കാണില്ല എന്ന് വെട്ടി പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം പോയിട്ട് ഉള്ളിൽ നിന്ന് എടുത്തോന്ന് പറയണം. അങ്ങനെ വെള്ളം എടുക്കാനായിട്ട് ഇപ്പൊ രാജീവ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ പല കാര്യങ്ങളും രാജീവ് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും രാജീവിന് ഒരു സംശയം തോന്നുന്നില്ല. രാജീവ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ രാജാവിനെ വെട്ടാനായിട്ട് തന്നെ ഈ വെട്ടി ഇയാളുടെ കോടാലി അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും തിലകൻ ഇപ്പോ രാജീവിനെ വിളിക്കാണ്. രാജീവ് അവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അപ്പ രാജീവ് മരണപ്പെട്ടില്ലാവുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു കർഷകൻ വന്നിട്ട് ഒരു കാര്യം ഇവരോട് പറയാണ്. അതായത് പോലീസുകാർ നാട്ടിലുള്ള എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു നാട്ടിൽ കാണുകയാണെങ്കിൽ അപ്പൊ വന്നിട്ട് സ്റ്റേഷനിൽ പറയണമെന്ന്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരെയോ ഒരാളെ ഈ ഒരു കർഷകൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇയാൾ തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം മരത്തിന്റെ മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ നടക്കുന്ന വ്യത്യസ്ത ഒരു കോലം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ആരാണെന്ന് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടിയപ്പോഴേക്കും അയാൾ ആ ഒരു മുഖംമൂടി അവിടെ ഇട്ട് ഒറ്റ ഓട്ടം ഓടി. മുഖംമൂടി ഇപ്പോ ആ കർഷകൻ രാജീവിന് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ പോയ ആളുടെ മുഖം കണ്ടെന്ന് ചോദിക്കുമ്പോൾ മുഖം എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്ത കോലായിരുന്നു. മുടിയെല്ലാം നീട്ടി വെള്ള കളറായിട്ട് ചുരുണ്ട് നിൽക്കുന്ന വല്ലാത്തൊരു പ്രാന്തൻ കോലം. ഇത് കേട്ടപ്പോൾ തന്നെ രാജീവിന് ഏകദേശം ഒരു സംശയം തോന്നുന്നുണ്ട്. മിക്കവാറും ആ കാടരികിൽ നമ്മൾ ഒരാളെ കണ്ടില്ല തിലക, അയാളായിരിക്കുമോ? ഒരു സംശയം ഇവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു മാസ്ക് ഇതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ തോന്നിയിട്ട് അത് ടെസ്റ്റിനായിട്ട് അയക്കുന്നുണ്ട്. ടെസ്റ്റിന് അയച്ച സമയത്ത് ആ മാസ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ 10-20ഓളം പെൺകുട്ടികളുടെ ആ ഒരു രക്തമായതിന്റെ DNA സാമ്പിൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ മുഖംമൂടി, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹിഡുംബ എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സോ അത് വായിക്കാൻ നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളൊന്നും ഇവർക്ക് തിരിയുന്നില്ല. സോ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു ഫാദർ ഈ നാട്ടിലുണ്ട്. ഫാദറിന്റെ അടുത്തേക്ക് രാജീവ് ആ ഒരു ബുക്കുമായിട്ട് ചെല്ലുകയാണ്. ഫാദറിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മുഖംമൂടി കണ്ട സമയത്ത് ഫാദർ ചെറുതായിട്ടൊന്ന് ഷോക്കാവുകയാണ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞ ഹിഡുംബ എന്നാൽ ഒരു തരം ഗോത്രക്കാരാണ്. അവരാരായിരുന്നു എന്ന് ഇപ്പൊ ഫാദർ നമ്മുടെ രാജീവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ആവണമെന്നില്ല. പല രീതിയിലുള്ള മൃഗങ്ങളെ പോലെ പെരുമാറുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. മനുഷ്യർ ഇതുവരെയായിട്ടും ചെല്ലാത്ത, എത്തിപ്പെടാൻ പറ്റാത്ത, ഇന്നത്തെ കാലത്തെ ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരുപാട് ദ്വീപുകളില്ലേ. അതിൽ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ റിമോട്ടഡ് ആയിട്ടുള്ള ഐലൻഡ് ഉണ്ട്. അവിടെ താമസിച്ചിരുന്നത് ഹിഡുംബ എന്ന ഒരു വിഭാഗം ഗോത്രക്കാരാണ്. സാധാരണ മനുഷ്യരെ പോലെ അവര് മൃഗങ്ങളെയോ അല്ലെങ്കിൽ സസ്യങ്ങളോ ഒന്നും അല്ല ആഹരിക്കാറ്. രക്തമാണ്, പ്രത്യേകിച്ച് മനുഷ്യരക്തമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ അവർ ഉപാസിക്കുന്ന അവരുടെ ഉപാസനാമൂർത്തിയാണ് ഈ കാണുന്ന ഈ ഒരു മുഖംമൂടിയുടെ ആ ഒരു രൂപം. ആ സമയത്താണ് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നത്. അവരെതിർത്ത ഒരുപാട് ആൾക്കാര് ഒരു ഐലൻഡിൽ വലിയൊരു ജയിലുണ്ടാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടു. എന്നാൽ എതിർക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ ജയിലിൽ സൗകര്യം പോരാതെയായി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഒരു വഴി കണ്ടുപിടിച്ചു. അതായത് ജയിൽ പുള്ളികളെ മറ്റൊരു ഐലൻഡിൽ കൊണ്ടുപോയിടുക. അതായത് ഹിഡുംബകൾ ജീവിക്കുന്ന ആ ഒരു ഐലൻഡിൽ അങ്ങനെ കൊണ്ടുപോയിടുകയാണ്. കണ്ണ് കെട്ടി അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാൽ ഹിഡുംബകൾ പിന്നീട് ഈ ജയിൽ പുള്ളികളുടെ കാര്യം നോക്കിക്കോളും. അവരെ വെട്ടിമുറിച്ച് അവര് തന്നെ കഴിച്ചോളും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി 1947 ആയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് പോയല്ലോ. അതിനുശേഷം ജയിൽ പുള്ളികളെ ആ ഐലൻഡിൽ കൊണ്ടുപോയിടാതെയായി. ഹിഡുംബകൾ ആ ഒരു സമയത്ത് ഭയങ്കര പട്ടിണിയിലായി. അവർക്ക് മനുഷ്യമാംസോ രക്തമോ കിട്ടാതെയായി. ഇതേ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് ജന്മിമാരുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാൻ നോക്കിയപ്പോൾ അവരുടെ ആ ഒരു സ്വത്തുക്കൾ മറച്ചു വെക്കാനായിട്ട് അവർ ഈ ഒരു ഐലൻഡ് കണ്ടെത്തി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ കുറച്ച് ട്രൈബ്സുകൾ ഉണ്ടായി. അതായത് ഹിഡുംബകൾ തന്നെ അവരെ വെടിവെച്ച് കുറെ പേരേക്ക് കൊന്നിട്ട് അങ്ങനെയുള്ള ആ ഒരു ജന്മികളും ആ ജന്മികളുടെ പട്ടാളക്കാരും ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐലൻഡിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ബാക്കിയായ ഹിഡുംബകൾ പുറത്തേക്ക് എത്തുകയാണ്. വിശപ്പ് കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ രാവിലെ പ്രഭാത കർമ്മങ്ങൾക്കായിട്ട് കാട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയെ ഇവർ അടിച്ചു കൊന്നിട്ട് ആ സ്ത്രീയെ പച്ചക്കിരുന്ന് തിന്നോണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. ഈ കാഴ്ച നേരിട്ട് കണ്ട് ഗ്രാമത്തിലെ എല്ലാവരോടും പോയിട്ട് ഈ ഒരു കാര്യം പറയാണ്. മാത്രമല്ല ബാക്കി വന്ന ആ ഒരു ഹിഡുംബകളെ ഇവരെല്ലാവരും കൈയോടെ പിടിക്കുകയാണ്. എന്നിട്ട് പച്ച ഇറച്ചി, മനുഷ്യന്റെ ഇറച്ചി തിന്നോടാ, നീയൊക്കെ എന്ത് നെറികെട്ടവന്മാരാടാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു മരത്തിൽ കെട്ടിയിട്ട് കൂട്ടമായിട്ട് കത്തിച്ചു കളയാണ്. അതോടെ ഹിഡുംബ എന്നുള്ള ആ ഒരു വംശം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. എന്നാലും എങ്ങനെയാണ് ഈ ഒരു മുഖംമൂടി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഫാദർ ചോദിക്കുമ്പോൾ നമ്മുടെ രാജീവ് പറയാണ് മിക്കവാറും ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ശരിയാണ്, അന്ന് എല്ലാവരും ആ ഒരു മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ചപ്പോൾ ഒരാൾ മാത്രം അതിൽ പെട്ടിട്ടില്ലായിരുന്നു. അയാൾ രക്ഷപ്പെട്ടു. അത് മറ്റാരുമല്ല, മിക്കവാറും ആ ഒരു വെട്ടി തന്നെയായിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അതൊന്ന് കൺഫേം ചെയ്യണം. പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ രാജീവ് തിലകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒറ്റയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ അയാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയാട്ടോ. പിന്നീട് പിറകെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെയും നോക്കി. ഇതിങ്ങനെ നോക്കി വരുമ്പോൾ ഈ ഒരു വെട്ടി മരത്തിന്റെ മുകളിലായിരുന്നു. ഒരു കോടാലിയുമായിട്ട് ഇപ്പൊ രാജീവിന്റെ നേരെ ചാടി വീണ് ഇയാളെ വെട്ടിയിടുകയാണ്. ആ വെട്ടിയ രക്തം കോടാലിയിലായല്ലോ. ആ രക്തം വരെ ഇപ്പൊ ഈ ഒരു വെട്ടി നക്കി കുടിക്കുകയാണ്. ഇതിന്
അതിനുശേഷം രാജീവിനെ പൂർണ്ണമായിട്ടും വെട്ടിക്കൊന്ന് തിന്നാൻ നോക്കുമ്പോഴേക്കും രാജീവ് അവന്റെ അവസാനത്തെ ശ്വാസത്തിൽ ഈ വെട്ടിയെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് പോലീസുകാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. സോ ഇത്രയും എന്താ പറയാ ഒരു പൈശാചികമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യനെ തിന്നുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കേസൊക്കെ അത് പുറം ലോകം അറിയാതിരിക്കാനായിട്ട് രണ്ടുപേരുടെ ബോഡിയും, അതായത് വെട്ടിയുടെ ബോഡിയും രാജീവിന്റെ ബോഡിയും പോലീസുകാർ തന്നെയാണ് അവിടെ മറച്ചു വെച്ചത്. രാജീവ് മരണപ്പെട്ടെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബോഡി എവിടെയാണെന്ന് പോലീസുകാർ പറഞ്ഞില്ല. കാരണം ഈ ഒരു കേസിന്റെ ആ ഒരു രഹസ്യം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ മുഴുവൻ തിലകുണ്ടല്ലോ നമ്മുടെ നന്ദനയോടും ഇപ്പോൾ അഭയോടും പറയാണ്. അതായത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആ ഒരു വെട്ടിയുണ്ടല്ലോ, വെട്ടിയുടെ കൂടെയുള്ള ആ ഒരു മകനുണ്ടല്ലോ, അത് എന്താ പറയാ പ്രസന്റ് സമയത്തെല്ലാം നടക്കുന്നത് അത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വെട്ടിയുടെ കൂടെ ഒരു മകൻ ഉണ്ടായിരുന്നില്ലേ, അവനിപ്പോ വളർന്ന് വലുതായിട്ടുണ്ടാവില്ലേ. സോ മിക്കവാറും അവൻ തന്നെയായിരിക്കും ആ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും പഴയ ആ ഒരു കേസ് ഫയലും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് ഇവർ തപ്പിയെടുത്ത് ആ ഒരു കേസ് ഫയൽ പഠിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആ ഒരു വെട്ടി അയാൾക്കും ഇതേ ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. അതായത് ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകൾ അങ്ങനെയുള്ളവരോടാണ് കൂടുതലായിട്ട് ഇവർക്ക് അട്രാക്ഷൻ വരുന്നതും അവരെ കൊന്നു തിന്നുന്നതും. പിന്നീട് ഇപ്പോൾ നമ്മുടെ നന്ദിനിയുടെ അച്ഛൻ രാജീവിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു ഫാദർ ഉണ്ടല്ലോ, ആ ഫാദറിനെ കാണാനായിട്ട് നന്ദിനിയും ഇപ്പൊ അഭയം ചെല്ലുന്നുണ്ട്. ഫാദറിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഫാദർ പറയാണ്, ഇതിനു മുന്നേ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് അന്വേഷിച്ചു വന്നത് നിന്റെ അച്ഛൻ രാജീവായിരുന്നു. അന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഹിഡുമ്പകളെ എല്ലാവരും കെട്ടിയിട്ട് കൊന്നപ്പോൾ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ബാക്കിയുള്ളവരെ പോലെ ആയിരുന്നില്ല ആ ഒരു മനുഷ്യൻ. സാധാരണ മനുഷ്യരുടെ കൂടെ തന്നെ അയാൾ ജീവിക്കാൻ തുടങ്ങി. ആള് കുറച്ച് വ്യത്യസ്തനാണെങ്കിലും അയാൾ ആരും ഉപദ്രവിക്കാനൊന്നും നിന്നില്ല. പയ്യെ സാധാരണക്കാരനെ പോലെ തന്നെ അയാൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഒരാൾ ഒരു ഇറച്ചിക്കടയിൽ അയാൾക്ക് ജോലി കൊടുക്കുകയാണ്. വെട്ടി എന്നായിരുന്നു അയാളുടെ പേര്. അതുപോലെ തന്നെ ആ കടയിലേക്ക് സ്ഥിരമായിട്ട് വന്ന ഒരു പെണ്ണുമായിട്ട് അവനൊരു പ്രണയം തോന്നി. അവസാനം അവരുടെ വിവാഹം ആ ഒരു കടക്കാരൻ തന്നെ ചെയ്തു കൊടുത്തു. സന്തോഷമായിട്ട് തന്നെ അവർ ജീവിക്കുകയാണ്. അധികം വൈകാതെ അവർക്കൊരു കുഞ്ഞുണ്ടായി. കുറച്ചു കഴിഞ്ഞ് എന്തെന്നറിയില്ല എന്തോ ഒരു അസുഖം പിടിപെട്ട് വെട്ടിയുടെ ആ ഒരു ഭാര്യ മരണപ്പെട്ടു പോയി. അതിനുശേഷം അവനും അവന്റെ ആ ഒരു കുഞ്ഞും ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മാനസികമായിട്ട് വെട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പ്രത്യേകിച്ചും ചുവപ്പ് നിറം കാണുമ്പോൾ അവന് വല്ലാത്ത അഗ്രസീവ് ആവാനൊക്കെ തുടങ്ങി. പിന്നെ കൂടെയുള്ള അവന്റെ ആ ഒരു പിഞ്ചു കുഞ്ഞ്, അതിനെയാണെങ്കിൽ അവന് മര്യാദക്ക് നോക്കാനും കഴിയില്ല. സോ ഈ ഒരു സ്ഥലം അവന് പറ്റാത്തത് കൊണ്ട് തന്നെ മകനുമായിട്ട് ഈ ഒരു നാട് വിട്ടാവും പോയി. പിന്നെ ഏതൊക്കെയോ നാട്ടിൽ ജീവിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഒരു കഥ അതും ഈ ഒരു ഫാദർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫാദറിന്റെ റിസർച്ചിലൂടെ ഫാദർ കണ്ടെത്തിയതാണ്. ആ കാര്യം ഇപ്പൊ നന്ദനയോടും അഭയോടും പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് നാട് വിട്ടുപോയ വെട്ടി ഓൾറെഡി അന്ന് തന്നെ മരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നന്ദനയുടെ അച്ഛൻ രാജീവ് തന്നെ അയാളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വെട്ടിയുടെ മകനുണ്ടല്ലോ, അവൻ എവിടെ പോയി, അവൻ ആരാണ്? എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് ആശുപത്രിയിൽ കോമാവസ്ഥയിൽ കിടന്നിരുന്ന ആ ഒരു ബോയ ഉണ്ടല്ലോ, അവൻ കണ്ണു തുറക്കാണ് ഇപ്പോ. മാത്രമല്ല ബോയ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? ആ ഒരു കാർത്തിക് എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന്റെ മുതലാളിമാർ മെയിനായിട്ട് ആ ഒരു മന്ത്രിയുടെ ആവശ്യമാണ് എങ്ങനെയെങ്കിലും ബോയ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. സോ അവിടുത്തെ ആ ഒരു ഡോക്ടർമാര് ചില പോലീസുകാർ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ബോയ ആശുപത്രിയിൽ നിന്നും പുറത്ത് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുകയാണ്. രക്ഷപ്പെട്ട് വന്ന പാട് തന്നെ ഇതിന് പ്രധാനമായിട്ടും കൂട്ടുന്ന അവൻ അറസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാൾ ആദ്യം തന്നെ ബോയ പൊക്കാണ്, ക്രൂരമായിട്ട് കൊന്ന് അയാളുടെ രക്തം തന്നെ നക്കി കുടിക്കുകയാണ്. അതിനർത്ഥം ബോയ ആയിരിക്കുമോ ആ ഒരു എന്താ പറയാ രക്ഷപ്പെട്ടു പോയ ആ ഒരു ഹിഡുംബയിലെ അവസാനത്തെ കുട്ടി? കൺഫേം ആക്കാനായിട്ടില്ല. എന്തായാലും ഈ ഒരു വിവരം നമ്മുടെ നന്ദനിയും അഭയെ അറിയുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് നേരെയും ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. അതിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെടുന്നുണ്ട്. സോ കേസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തന്നെ അഭയ വീണ്ടും നേരെ ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നന്ദന ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവൾക്ക് കുറച്ചുകൂടെ വിവരങ്ങൾ അറിയണമായിരുന്നു. അന്ന് അവളുടെ അച്ഛൻ രാജീവ് വെട്ടിയെ വെടിവെച്ച് കൊന്നിരുന്നല്ലോ. അതിനുശേഷം വെട്ടിയുടെ ആ ഒരു കുഞ്ഞിനെ കുറച്ച് നാളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലാണ് കൊണ്ടുപോയി നിർത്തിയിരുന്നത്. ഇതുപോലെ ചർച്ചിൽ നിർത്തിയതിനു ശേഷമാണ് ആ ഒരു കുട്ടിയെ ശരിക്കും കാണാതായത്. ഇങ്ങനെ ചേർക്കാൻ വരുമ്പോൾ എന്തായാലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പഴയ ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ നന്ദന ആ ഒരു എന്താ പറയാ കോൺവെന്റിലേക്ക് ചെന്നിട്ട് അവിടുന്ന് തപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്തിന് ഹൈദരാബാദിലേക്ക് പോയ അഭയ ഇപ്പൊ ബോയ നിൽക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവന്റെ ആളുകളൊക്കെ തല്ലി ഒതുക്കാണ്. അതുപോലെ തന്നെ ബോയെ വീണ്ടും അടിച്ച ഒരു പരിവാക്കിയിട്ട് അവൻ അറസ്റ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കോൺവെന്റിലേക്ക് പോയ നന്ദനയ്ക്ക് വെട്ടിയുടെ ആ ഒരു മകനുണ്ടല്ലോ, അവനെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടി. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് വെട്ടിയുടെ മകന്റെ കഴുത്തിന്റെ പിറകിലായിട്ട് ഒരു കറുത്ത മറുകുണ്ടായിരുന്നു എന്ന് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെയും 2 അടയാളങ്ങൾ. ഇത് ശരിക്കും വായിച്ച സമയത്ത് നന്ദന ഷോക്കായിട്ട് അവിടെ ഇരുന്ന് പോവാണ്. കാരണം ആ മറുക അവൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നല്ലേ, നമ്മുടെ അഭയ ഉണ്ടല്ലോ, അവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻ അതിലായിരിക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിന്റെ പിറകിലായിട്ട് അതുപോലെ ഒരു മറുക് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു നിമിഷം അവളുടെ തല കറങ്ങായിരുന്നു കേട്ടോ. അവൾ ഇത്രയും നാൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളുടെ അഭയ അവനൊരു കാനിബലാണ്, ഒരു നരഭോജിയാണ്. ഹിഡുംബ എന്ന ആ ഒരു കാട വംശത്തിലെ അവസാനത്തെ ആളാണ്. ശരിക്കും ഷോക്കിംഗ് ആയി പോയ നന്ദന അഭയോട് കാര്യങ്ങളൊന്നും നേരിട്ട് ചോദിക്കുന്നില്ല. പകരം അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെയുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അവിടെ എത്തിയ സമയത്ത് ഇതുവരെയായിട്ടും അവൾ കാണാത്ത ഒരു രഹസ്യ പാത അവൾ കാണുന്നുണ്ട്. താഴേക്ക് പോകുന്നൊരു വഴി. അടുത്ത സീനിൽ കാണിക്കുന്നത് അഭയ. അവനെയാണ്. അവന്റെ കണ്ണിന്റെ ആ ഒരു നിറവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അവന്റെ മുന്നിൽ ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ അഭയ ട്രിഗർ ആവും. അവന്റെ അച്ഛന്റെ അതേ ജെനറ്റിക്സ് തന്നെയാണല്ലോ അവന്. ഇത്രയും നാളും ഒരുപാട് പെൺകുട്ടികളെ ആ ബോയ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ടും ബോയ മാത്രമായിരുന്നില്ല, ആ കൂട്ടത്തിൽ ഈ അഭയയും
ഉണ്ടായിരുന്നു പോലീസുകാരൻ തന്നെ. ഈ ചുവപ്പ് നിറത്തിനോടാണ് അവന് കൂടുതൽ പ്രിയം. അങ്ങനെ വസ്ത്രം ധരിച്ച അങ്ങനെയുള്ള കാറിൽ പോകുന്ന പെൺകുട്ടികളെയാണ് അവൻ കൂടുതലായിട്ട് വേട്ടയാടുക, വേട്ടയാടി തിന്നാനായിട്ട് തന്നെ. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ നന്ദനെ കാണിക്കുകയാണ്. അവൾ ആ ഒരു താഴോട്ട് വഴി കണ്ട് അതിലൂടെ പോയ സമയത്ത് വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും അവൾ അവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഹിഡുംബ എന്ന ആ ഒരു ഗോത്രം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു അവസാനത്തെ ചിത്രം അത് നല്ല രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്ത് അവിടുത്തെ ആ ഒരു ചുമരിൽ വെച്ചിട്ടുണ്ട്. സ്വന്തം കുടുംബമാണ്, ആൾക്കാരാണ്, അവൻ വന്ന വഴിയാണ്, അതൊന്നും അഭയ്ക്ക് മറക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ ഇടയായിട്ട് കാണാതായ ആ ഒരു ലേഡി പോലീസ് ഓഫീസർ, അവരെയും ഈ ഒരു മുറിയിൽ തന്നെ തല കീഴായിട്ട് കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ്. ആര്? അഭയ തന്നെ. അതുകൊണ്ടാണ് അന്ന് ഇവർ വിരിച്ച ആ ഒരു ട്രാപ്പിൽ യഥാർത്ഥ കൊലയാളി പെടാതിരുന്നത്. കാരണം യഥാർത്ഥ കൊലയാളി ഒരു പോലീസുകാരൻ തന്നെയാണല്ലോ. ഇവരൊക്കെ ചെറുത് തന്നെയാണല്ലോ ഈ പ്ലാൻ ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെയാണ് ആ കെണിയിലേക്ക് ഈ കില്ലർ വന്ന് വീഴുക, അതായത് അഭയ വന്ന് വീഴുക? എന്തായാലും അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ നന്ദനയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇതേ സമയത്ത് തന്നെ അഭയ നന്ദനയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഗണ്ണ് ചൂണ്ടിയിട്ട് അവന് നേരെ നോക്കിയിട്ട് പറയാണ്, എങ്ങനെയാണ് മനുഷ്യന്റെ ഈ പച്ച മാംസമെല്ലാം നിനക്ക് കഴിക്കാൻ കഴിയുന്നത്? നരഭോജി, ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചെന്നറിയോ? പക്ഷേ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെ ക്രൂരനായിട്ട് ജീവിക്കുന്ന സമയത്ത് നിനക്കൊരു അറപ്പും തോന്നിയില്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ? എന്നാൽ ഇവിടെ വെച്ച് അഭയ നന്ദനെ അറ്റാക്ക് ചെയ്യാനൊന്നും നോക്കുന്നില്ല. ശരിക്കും അഭയ ഇപ്പോഴെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോയ ഉണ്ടല്ലോ, അവൻ അടിച്ചൊതുക്കി പഞ്ചറാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അഭയെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും അഭയുടെ പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഭയെ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ഈ ബോയയുടെ തലയിൽ ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി ആദ്യം ചെയ്തത് ബോയയുടെ ആ ഒരു സ്ഥലത്ത് അഭയെ കൊണ്ടുവന്ന് ഒരുപാട് സ്ത്രീകളെ കൊണ്ടേയിട്ടു. എന്നിട്ട് അത് ബോയയാണ് ചെയ്തത് എന്ന് വരുത്തി തീർത്തു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ആ ഒരു മെയിലുകൾ, ശരിക്കും ആ ഒരു മെയിലുകളൊക്കെ അഭയ തന്നെ ക്രിയേറ്റ് ചെയ്തായിരിക്കണം. കംപ്ലീറ്റ്ലി എവിഡൻസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശരിക്കും ആ ഒരു കുറ്റം, അത്രയും പെൺകുട്ടികൾ കാണാതായി അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയി, ആ കുറ്റം മുഴുവൻ ആ ആശുപത്രിയുടെയും അതുപോലെ തന്നെ ബോയ എന്ന ഈ ക്രിമിനലിന്റെ തലയിലേക്ക് വിട്ടുകൊടുക്കാനായിരുന്നു ശരിക്കും നമ്മുടെ അഭയുടെ ആ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇപ്പം നിലവിൽ നന്ദന എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ച് അഭയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ശരിക്കും അവനതൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു. ഇപ്പൊ നന്ദനെ നോക്കിയിട്ട് അഭയ പറയാണ്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് എന്റെ മാത്രം തെറ്റല്ല, എന്റെ ജനറ്റിക്സ് അങ്ങനെ ആയിപ്പോയി, ഞാൻ അതിലെന്ത് ചെയ്യാനാന്ന് അഭയ ഇപ്പൊ നന്ദനെ നോക്കിയിട്ട് പറയാണ്. ഇതുപോലെ തന്നെ അഭയ നന്ദനയോട് ഒരു കാര്യം പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാ വളർന്നേന്ന് നിനക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്റെ അച്ഛൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്നെ ഭക്ഷണം തന്ന് പോറ്റാനായിട്ട് എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പാലെല്ലാം നിറച്ച് കുപ്പിയുമായിട്ട് എന്റെ അടുത്തേക്ക് വരുമായിരുന്നു. എനിക്ക് ആ ഒരു പാല് തരാൻ നോക്കായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കില്ലായിരുന്നു, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കാര്യത്തിലും അച്ഛന് ഭയങ്കര വിഷമായിരുന്നു, അമ്മ മരിച്ചതിലും ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇറച്ചിക്കടയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ വന്ന് കിടക്കുമ്പോൾ അച്ഛന്റെ കയ്യിലൊരു മുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തോ ഡിസ്റ്റർബൻസ് തോന്നിയിട്ട് അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഞാൻ ആ ഒരു വിരലിലെ മുറിയിൽ വായ വെച്ച് ആ രക്തം ഊറി ഊറി കുടിക്കുന്നതാണ്. ആ സമയത്ത് എന്റെ അച്ഛൻ മനസ്സിലാക്കി എന്റെ ഉള്ളിലെ അവരുടെ യഥാർത്ഥ ആ ഒരു ഗോത്രത്തിന്റെ സ്വഭാവം എന്താണെന്ന്. അതായത് ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പാലിന് പകരം അച്ഛൻ എന്റെ വിശപ്പ് മാറ്റാനായിട്ട് സ്ത്രീകളെ കൊല്ലാൻ തുടങ്ങി, അവരുടെ രക്തം എനിക്ക് തരാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും എന്റെ അച്ഛൻ എന്നെ വളർത്തിയത്. നീ പറഞ്ഞതുപോലെ തന്നെ എന്റെ അച്ഛനുള്ള അതേ സൂക്കട് തന്നെ, റെഡ്നെസ്, ചുവപ്പ് കണ്ടാൽ എനിക്ക് ട്രിഗർ ആവും, അവരെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും എന്റെ കുഴപ്പമില്ല. നിനക്കറിയോ, എന്റെ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയും സാധാരണക്കാരായിട്ടില്ല, നീ സാധാരണക്കാരാണെന്ന് പറയുന്ന സമൂഹത്തിലെ മനുഷ്യര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വെടിവെച്ച് കൊന്നില്ലാതാക്കി, ഞങ്ങളിൽ ഒരുത്തനെ പോലും ബാക്കി വെച്ചില്ല. അത് കാരണമാണല്ലോ എന്റെ അച്ഛന് പുറം നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ഞാൻ ജനിച്ചത്, എന്നെ പോലെയുള്ള ഒരു മൃഗം ഈ ഒരു സമൂഹത്തിലേക്ക് വന്നു പെട്ടത്, അപ്പൊ കുറ്റം എന്റേതാണോ? ഞാൻ എന്റെ വിശപ്പ് മാറ്റാനായിട്ട് വേട്ടയാടുന്നു, രക്തം കുടിക്കുന്നു, അത്ര തന്നെ. ഇതും പറഞ്ഞ് നന്ദനയുടെ അടുത്തേക്ക് ചാടി വീഴുകയാണ് അഭയ്. അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നന്ദനയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് അന്ന് നന്ദനയും അതുപോലെ തന്നെ അഭയും കൂടിയിട്ട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയല്ലോ. അപ്പൊ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഇതുപോലെ കളർ ബ്ലൈൻഡൻസ് ഉള്ള ആള് അവരുടെ കണ്ണിലേക്ക് നല്ല രീതിയിൽ ഫ്ലാഷ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ ഒരു ഇച്ചിരി നേരത്തേക്ക് അവരുടെ കണ്ണ് ഒന്ന് ബ്ലൈൻഡ് ആയി പോകും. അതുപോലെ തന്നെ നന്ദന ചെയ്യാണ്. അഭയ്ക്ക് ഇപ്പൊ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ അവനൊരു മൂലയ്ക്ക് പോയിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. പിന്നീട് അഭയ് പറയാണ്, നന്ദന ഇത് കാരണമാണ് ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് ആ ഒരു ക്യാമ്പിൽ വെച്ച് നിന്റെ കയ്യിലൊരു മുറിവായപ്പോ ആ രക്തം ഞാൻ വായ കൊണ്ട് വലിച്ചു ഊറ്റിയെടുത്തത് അതെനിക്ക് ഭയങ്കര രുചിയായിട്ടും രസമായിട്ടും തോന്നി. എന്നാൽ നീ തന്നെ കൈ തട്ടി മാറ്റി കളഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നു തിന്നുവെന്ന്. അതുകൊണ്ടാണ് നിന്നോട് പറയാതെ നിന്നെ വിട്ട് ഞാൻ പോയത്. അല്ലാതെ നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കേസിലേക്ക് നീ ഇൻവോൾവ് ആയ അന്ന് മുതൽ ഞാൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. നീ തന്നെ ഈ ഒരു കേസ് കണ്ടുപിടിക്കണം എന്നായിരുന്നു. അതിനുവേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് നിനക്ക് ഒരുപാട് ക്ലൂവും കാര്യങ്ങളും ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും യഥാർത്ഥ കില്ലർ അവനിലേക്ക് എത്താനായിട്ട് അവനുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം, കളർ ബ്ലൈൻഡ്നെസ്, ചുവന്ന നിറത്തിനോടുള്ള അവന്റെ ആ ഒരു ആസക്തി, ഇതെല്ലാം ഞാൻ നിന്റെ മുന്നിലേക്ക് തന്നെ ഇട്ട് തന്നതാണ്. എന്തായാലും ഈ സമൂഹത്തിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. എനിക്ക് ഇനിയും ആളുകളെ കൊല്ലേണ്ടി വരും. അതുകൊണ്ട് നന്ദന ഇവിടെ വെച്ച് നീ എന്നെ കൊന്നുകളഞ്ഞോ. ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തന്നെ ഇപ്പൊ അഭയ് പൊക്കി പിടിക്കുകയാണ്. അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. നന്ദനിക്കും ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അഭയെ ഇനിയും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വിട്ടാൽ ഇനിയും ഒരുപാട് ആൾക്കാർ മരിക്കേണ്ടി വരും. സോ മനസ്സ്
കല്ലാക്കി അഭയെ നന്ദനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു കേസ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ നന്ദന അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, യഥാർത്ഥ തെറ്റുകാരൻ അത് നമ്മുടെ അഭയാണോ, അല്ലെങ്കിൽ ഈ സമൂഹമാണോ, അല്ലെങ്കിൽ അഭയ് പുറത്തേക്ക് വരാൻ കാരണക്കാരായ ആ കൂട്ടരാണോ? അഭയുടെ പക്ഷം പിടിച്ച് ഞാൻ പറയല്ല, എന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, അഭയ്ക്ക് മനുഷ്യരക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവൻ മനുഷ്യരൂപമുള്ള ഒരു മൃഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ജസ്റ്റ് ലൈക്ക് എ വാമ്പയർ. അപ്പോ അവനൊരു മൃഗമാണെങ്കിൽ പൂർണ്ണമായിട്ടും അവനെ കുറ്റം പറയാൻ കഴിയോ? ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതുപോലെയുള്ള മൃഗങ്ങളെ കണ്ടുപിടിച്ച് തല്ലി കൊന്നുകളയാ, അത്രേ ഉള്ളൂ. പിന്നെ അഭയ് പറഞ്ഞതുപോലെ തന്നെ ഒരു രീതിയിൽ അവനെ പോലെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വരാൻ കാരണം നമ്മുടെ സമൂഹം തന്നെയാണ്. സോ സമൂഹത്തിന്റെ ഭാഗത്തും കുറ്റങ്ങളുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.